നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിക്കാൻ വന്നേക്കും കേട്ടോ. 60 രൂപയ്ക്ക് നല്ല മീൻകറിയൊക്കെ ചേർത്ത ഒരു ഊണ്. എല്ലായിടത്തും ഗ്യാസിന്റെ പ്രശ്നങ്ങളുണ്ട്, വിലക്കയറ്റം. എപ്പോഴാണ് ഈ 60 ഒക്കെ ഇനി വലിയ വലിയ വിലകളിലേക്ക് പോകണമെന്ന് അറിയില്ല. കാരണം അത്രയും പ്രതിസന്ധി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ 60 രൂപയ്ക്കാണ് ഊണ് കൊടുക്കുക. വറുത്ത മീനും കൂടെ ചേർത്തിട്ടാണെങ്കിൽ 100 രൂപയും. അപ്പൊ ഈ സ്ഥലത്തിന് പറയാൻ നീറമൺകര എന്നാണ്. അതായത് നമ്മുടെ കരമനയൊക്കെ കഴിഞ്ഞ് പാപ്പനംകോട് പോകുന്ന വഴിയിൽ NH ആണ് പ്രധാനപ്പെട്ട നമ്മളെ കന്യാകുമാരിയൊക്കെ പോകുന്ന ഹൈവേ ആണ്. ഇപ്പൊ പിന്നെ എല്ലാവരും ബൈപ്പാസ് ആണല്ലോ, എന്നാലും ആ ഹൈവേ ആണ്. ഹൈവേയുടെ സൈഡിൽ തന്നെ ഇതുപോലെ ഒരു ചെറിയ തട്ടുകട. രസം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ 3-4 വർഷമായില്ലേ വ്ളോഗിങ് തുടങ്ങിയിട്ട്. പക്ഷെ ഇന്നേ വരെ എന്റെ പേരിലുള്ള ഒരു ആളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഇത് ഫുഡ് വീഡിയോ എടുക്കാൻ പോയിട്ട് ആളുടെ പേര് സൗമ്യ എന്നാണ്. ഒരുപാടുള്ള പേരാണെങ്കിലും ഫുഡ് വീഡിയോ എടുക്കാൻ പോയപ്പോ അങ്ങനെ ഒരു സൗമ്യമാരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ എനിക്ക് ഫേസ്ബുക്കിലാണ് മെസ്സേജ് അയക്കണം, ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത്. ഇതാ അപ്പൊ നല്ല ഉടച്ചു വെച്ചേക്കണ കപ്പയുണ്ട്, അവിയല്, വാഴപ്പിണ്ടിയും ചെറുപയറും കൂടെയുള്ള തോരൻ, സാമ്പാർ, പൈനാപ്പിൾ ഒക്കെ ഇട്ട് വെച്ച ഒരു പുളിശ്ശേരി. ഇതുപോലെ ഒരു മീൻ വറുത്തത് ഊണിന്റെ കൂടെ 50 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. വലിയ മീനാണ് ഇതിപ്പോ. ഊണിന്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കൊടുക്കാനുള്ള തലക്കറിയാണ്. ഞാൻ അത് പൊക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ ഉടച്ചു കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ചെറിയ പീസ് എടുത്തത്. ഇതുപോലെ ചൂരയുടെ തലയാ സൗമ്യ? ചൂരത്തലയാ? ചൂരയുടെ തലക്കറി, മുരിങ്ങാക്കോലൊക്കെ ഇട്ട് തിരുവനന്തപുരം സ്റ്റൈലിൽ വെച്ചതേ. അത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി. ചൂരമീനല്ലേ ഇന്ന്, അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെയാണ് മീൻ വറുത്തെടുക്കണതും ഒക്കെ. ചൂര അച്ചാർ നിങ്ങൾ രാവിലെ വിഴിഞ്ഞത്ത് പോയി മീൻ എടുക്കുവോ? വിഴിഞ്ഞത്തുനിന്ന് എടുക്കുന്ന ആഴ്ച 3 ദിവസം പോകും. ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും അല്ലെ? ഈ അച്ചാറുടെ ഏറ്റവും നല്ലത് ചൂരയാ അല്ലെ? ചൂര ഇടും. പിന്നെ ചിലർ ബീഫ് അച്ചാർ പറയും. അപ്പൊ അത് ഓർഡർ അനുസരിച്ച് അച്ചാറൊക്കെ ഇട്ട് കൊടുക്കുവോ? മെയിൻ ഡെയിലി ചൂരയാണ് പോകുന്നത്. ചൂരക്കാണ് കൂടുതൽ ആവശ്യക്കാര്. എത്ര രൂപയ്ക്കാ കൊടുക്കണേ? 250 ഗ്രാം 200 രൂപയ്ക്കാണ്. അതല്ലാതെ ഇപ്പൊ കുറച്ച് അധികം ആളുകളൊക്കെ ഇപ്പൊ ഈ ഗൾഫിലൊക്കെ ഇപ്പം ദോശ കഴിക്കാൻ വന്നാലും പുട്ട് എന്ത് കഴിക്കാൻ വന്നാലും മീനച്ചാർ ഉണ്ടോന്ന് ചോദിച്ചു മീനച്ചാറ് മീൻ കറിയും കഴിച്ചു. രാത്രിയായാലും തട്ടുദോശയ്ക്ക് ചമ്മന്തി ഒന്നും വേണ്ട, മീൻകറി മതി. മീൻ വറുത്ത് വെച്ചു. ഇനി അതിന് വേണ്ടിയുള്ള മസാലയാണ് ഇത്. അപ്പൊ അതെ, അച്ചാറിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചതിട്ട് വരട്ടിയെടുക്കുവാണേ. അപ്പൊ അതാ ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് വരുമ്പോ അതിലേക്ക് മുളക് പൊടി ചേർക്കുക. നല്ലൊരു മണാണ് ആ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചേർക്കാൻ കേട്ടോ. ഇനി ഇത് മസാല ചേർത്ത് എടുക്കുക. അതാണ് അച്ചാർ റെഡിയാവും. അപ്പോഴേക്കും എത്ര മണിക്കാ ഊണ് ഇവിടെ റെഡിയാവാ? 11:30-12. ഇനി നിങ്ങൾ ഊണ് കഴിയുമ്പോ തട്ടുകട തുടങ്ങും അല്ലേ? തട്ടുകട അല്ല, ചായ വട സ്നാക്സ് ചായ. വൈകുന്നേരം എന്തൊക്കെയുണ്ട്? വൈകിട്ട് ദോശ, ഇടിയപ്പം, അപ്പം, ബറോട്ട, ചിക്കൻ കറി, ചിക്കൻ പക്കോട, ബീഫ്. അപ്പൊ ഇതൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കണോ? ഇതൊക്കെ ഓൾറെഡി കുറച്ചൊക്കെ ഉണ്ടാക്കി. പിന്നെ പകുതി എല്ലാം പോയിട്ട് ഇനിയിപ്പൊ ഇടയ്ക്ക് ഞാൻ പോവും. ബാക്കി ചേച്ചി ഇവിടെ എല്ലാം ചെയ്യും. പിന്നെ അത് പോയി എല്ലാം ചെയ്തിട്ട് എടുത്തിട്ട് വരും. എപ്പോഴാ അടച്ചിട്ട് പോവാ? ഒരു 9 മണിയാകുമ്പോ ഇവിടെ തീരും. ഞായറാഴ്ച ഇല്ല. മോള് BSc നഴ്സിംഗിന് ബാംഗ്ലൂർ. ഏത് വർഷമായി? ഇപ്പൊ 3-ാമത്തെ വർഷമായി. ഫീസൊക്കെ അധികമാണല്ലോ. പിന്നെ ഒറ്റയ്ക്കാണ്, പിന്നെ നാട്ടുകാര് കൂടെ ഉണ്ട്. അത് കുഴപ്പമില്ല, നിങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കല്ലേ. പൊറാശം കഴിച്ചവർ ഇവിടെ വന്ന് കഴിക്കും. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ, ആ ചേട്ടൻ പൊറാശാണ് കഴിച്ചപ്പോ എന്റെ അടുത്ത് പറയാണ് സൂപ്പർ ഫുഡ്. അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. 1 വർഷമായിട്ടുള്ളൂ അല്ലേ? 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. വിഷുവിന്റെ അന്നാണ് തുടങ്ങി. ശരി. അപ്പൊ ഇപ്പൊ വിഷു വന്നപ്പോഴേക്കും 1 വർഷം കംപ്ലീറ്റ് ആയി. എന്നിട്ട് എങ്ങനെയാ, സന്തോഷാണോ? സന്തോഷം. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് കഴിച്ചിട്ട് പറയും നമ്മള് പാഴായില്ല വീഡിയോ കണ്ടിട്ട്. അപ്പൊ ഇതിന് മുന്നേറ്റ് 2-3 പേര് വന്ന് എടുത്തായിരുന്നു. അപ്പം പാഴായില്ല വന്നിട്ട് അപ്പൊ അവര് തന്നെ മീനച്ചാറ് വിളിച്ച് പറയും. അപ്പം കഴിക്കാൻ നമ്മൾ വരുന്നുണ്ട്, മീനച്ചാറും കൂടി വേണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇടയ്ക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഞണ്ടും കൊഞ്ചും കണവ ഇങ്ങനെയൊക്കെ ഐറ്റം ഉണ്ട്. വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഈ ചോറ് തുടങ്ങിയതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച്, അപ്പൊ ഇടയ്ക്ക് കിട്ടണമെങ്കിൽ വിഴിഞ്ഞത്തുനിന്ന് കിട്ടണമെങ്കിൽ അതെടുക്കും. ഇല്ലെങ്കിൽ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുത്താലേ അത് വെച്ച ടേസ്റ്റ് ഉള്ളൂ. ഊണ് തുടങ്ങിയിട്ട് എത്ര നാളായി?
ഇപ്പം ഒരു 4 ആഴ്ച, ഒരു മാസം. അപ്പൊ നേരത്തെ നിങ്ങൾ വൈകിട്ട് മാത്രം തുറക്കും? വൈകിട്ട് ഇപ്പൊ 12 മണിക്ക് എല്ലാ അപ്പക്ക് ഊണൊക്കെ റെഡിയാവും, കറികളും വീട്ടിൽ നിന്ന് വെക്കും? വീട്ടിൽ മീൻ മാത്രമാണ് കൊണ്ടുവന്നിട്ട് വറക്കുള്ളൂ. ഇത് വലിയ ഇഷ്ടമാണോ പാചകം? എനിക്ക് ഏറ്റവും ഇഷ്ടം പാചകം. ഇതുപോലെ 2 കഷ്ണം മീൻ വറുത്തതും കൂടെ ചേർത്തിട്ടാണ് 100 രൂപയുടെ ഊണ് വരുന്നത്. ഇന്ന് കൊഴിയാളയാണ് 2 എണ്ണം ഉണ്ട്. ഞാനപ്പോൾ ആ തലക്കറിയുടെ ചാറ്, അതാണ് തലക്കറിയാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ അല്ലാതെ പൈനാപ്പിൾ പുളിശ്ശേരി കണ്ടുകൊണ്ട് കുറച്ച് അതും കൂടെ മേടിച്ചേർന്നേ. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല മീൻകറി കേട്ടോ. അതുപോലെ തന്നെ ഈ തോരനും വാഴപ്പിണ്ടിയും പയറും കൂടെ ഉള്ള തോരൻ ഞാൻ ആദ്യമേ തന്നെ അങ്ങ് തീർത്തു. പിന്നെ അവിയലുണ്ട്, കപ്പയുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഇവര് വിഴിഞ്ഞത്ത് പോയി രാവിലെ വെളുപ്പിന് വിഴിഞ്ഞം പോയി എടുത്തിട്ട് വരും. നല്ല കറി കേട്ടോ. നല്ല മസാല. ഇതിനകത്ത് കറിവേപ്പില, രമ്പയിലൊക്കെ ഇടും ആ മീൻ വറക്കാനുള്ള വെളിച്ചെണ്ണയിലേക്ക്. അതിൻ്റെ ഒരു പ്രത്യേക സ്വാദ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഗായത്രിയുടെ ഒരു വീഡിയോ ഇട്ടില്ലേ, അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു. കാരണം സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മറ്റൊരാളുടെ സ്ഥാപനത്തിൽ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാളും റിസ്ക് കൂടുതലാണ്, നമ്മുടെ തന്നെ ഉത്തരവാദിത്തം. പക്ഷെ അതുപോലെ തന്നെ റിസൾട്ടും കൂടുതലാണ്. അപ്പം അതുപോലെയാണ് സൗമ്യ പല പല ജോലികൾ ചെയ്തു. പല കാര്യങ്ങൾ, ഇപ്പോൾ തയ്യൽ ഒക്കെ ആയി ബന്ധപ്പെട്ട ജോലി ചെയ്തു. അതൊന്നും അത്ര സക്സസ്ഫുൾ ആയില്ല. ഇവിടെ പോത്തീസിൽ കുറച്ച് വർഷങ്ങളോളം ജോലി ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിക്ക് കുക്കിങ്ങിൻ്റെ ഒരു സാധനം അത് ഉള്ളിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്, ആ ഒരു പാഷൻ. അങ്ങനെയാണ് കുക്കിങ്ങിലേക്ക് വരുന്നത്. അത് ആദ്യം തന്നെ ഈ കടയിടുമൊന്നുമല്ല. കുറച്ച് മനുഷ്യർക്ക് അറിയണവർക്കൊക്കെ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും, അച്ചാറുകൾ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് അതാ പറഞ്ഞ 10 വർഷത്തെ നീണ്ട ഒരു അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പം സക്സസ് ആയി എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ മനുഷ്യർ അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട്. രാത്രി മാത്രം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഉച്ചത്തേക്കും കൂടെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ സന്തോഷമല്ലേ. ഇനിയും നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ കഴിച്ചു നോക്കിക്കോ. നല്ല സ്വാദുള്ള ഊണാണ്. 60 രൂപ എന്ന് പറയുന്നത് വളരെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നിസ്സാരമായിട്ടുള്ള ഒരു വില തന്നെയാണ്. ഭയങ്കര പൈസ ഒന്നല്ല. 100 രൂപയ്ക്ക് മീൻ വറുത്തതും കൂടെ ചേർത്തിട്ട് ഊണ് കിട്ടും. പൈനാപ്പിൾ പുളിശ്ശേരി സൂപ്പറാണേ. എനിക്കല്ലെങ്കിൽ ഇച്ചിരി മധുരമുള്ള പുളിശ്ശേരി ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ മാമ്പഴം, പൈനാപ്പിൾ, പഴമൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്ക് നല്ല ഇഷ്ടമായി ഈ പൈനാപ്പിൾ. അടിപൊളിയുണ്ട് കേട്ടോ. മീൻകറി ആയാലും പുളിശ്ശേരി ആയാലും ഒക്കെ എല്ലാ ദിവസവും പൈനാപ്പിൾ ഇട്ടാൽ വയ്ക്കുക. അത് നല്ല രസമുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചൂടോട് കൂടിയിട്ടുള്ള ചൂര അച്ചാർ നോക്കി. കാണാൻ തന്നെ എന്ത് രസമല്ലേ. അടിപൊളി, നല്ല അച്ചാർ കേട്ടോ. ഏറ്റവും ഞാൻ കണ്ടൊരു പ്രത്യേകത, ഇതിനകത്ത് വിനാഗിരി ചേർക്കുന്നില്ല. അപ്പോൾ ചിലവർക്കൊന്നും വിനാഗിരി വയറിന് പിടിക്കൂലല്ലോ. അപ്പോൾ ഇവിടുത്തെ അച്ചാർ മേടിക്കാം ആർക്ക് വേണമെങ്കിലും. നല്ലെണ്ണയല്ല, പകരം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക. വിനാഗിരിയും ചേർക്കുന്നില്ല. ഞാൻ ഇച്ചിരിയും അച്ചാറും കപ്പയും കൂടെ കഴിച്ച് നോക്കട്ടെ. ശരിക്കും ഇറച്ചി കഴിക്കണ കാര്യമുണ്ട് കേട്ടോ. ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കും ഇതെന്താ ഇതിൻ്റെ സ്വാദ് എന്നൊക്കെ. അപ്പോൾ സൗമ്യ പറയും പ്രത്യേകിച്ച് അങ്ങനെ രഹസ്യ കൂട്ടുകളൊന്നുമില്ല, ഞാൻ ഈ ചേരുവകളൊക്കെ ഇതൊക്കെയാണ്, പിന്നെ എൻ്റെ സ്നേഹവും കൂടി ഉണ്ടെന്ന് പറയുന്നത് കറക്റ്റാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ലൊക്കേഷനും കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം അച്ചാറൊക്കെ പുള്ളിക്കാരി പാഴ്സലായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബൾക്ക് ഓർഡർ ആണെങ്കിലും അല്ലെങ്കിൽ ഊണിൻ്റെ ഓർഡർ ആണെങ്കിലും ഒക്കെ വിളിച്ച് പറഞ്ഞാൽ മതി. ആൾ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.